ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു കിടിലൻ ടേസ്റ്റുള്ള നൂഡിൽസ് റെസിപ്പിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കൂലേ, കൊറിയൻ സ്റ്റൈലിലുള്ള ഒരു നൂഡിൽസ്, ഏകദേശം ആ ഒരു ടൈപ്പിലൊക്കെ വരുന്ന ടേസ്റ്റിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് കുറച്ച് പച്ചച്ചീരയും പിന്നെ ക്യാരറ്റും കുറച്ച് സവാള കട്ട് ചെയ്തതും മല്ലിയിലയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പകുതി തക്കാളി മതി കേട്ടോ, നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഗ്രീൻ പീസ് കുക്ക് ചെയ്തതാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പം ഒരു നൂഡിൽസ് വേവിച്ചപ്പോൾ അതിൻ്റെ കൂടിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നൂഡിൽസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്തെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് പച്ചമുളകും ഒക്കെ ചേർത്ത് ബാക്കി വെജിറ്റബിൾസും എല്ലാം ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാരറ്റും സവാളയൊക്കെ ഏകദേശം സെയിം വേവാണല്ലോ, അപ്പോൾ അതൊക്കെ ആദ്യം ചേർക്കുക. നമ്മുടെ ചീരയും ആ ഒരു തക്കാളിയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് വെന്ത് പോകണോണ്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്നതിന് ശേഷം ചീരയും തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വാടി കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ വലിയ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, അത്രയും മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു നൂഡിൽസ് ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നൂഡിൽസ് പൊടിഞ്ഞു പോവാതെ ആ ഒരു രീതിക്ക് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് താളിച്ചെടുക്കാനുണ്ട്. ഒരല്പം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തത് അല്ലെങ്കിൽ സവാളയിലും മതി അല്പം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത വെളുത്തുള്ളി തന്നെ മതിയാവും, അതിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി അല്പം വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ സോയാ സോസിലെ ഡാർക്ക് സോയാ സോസ് അതും ചേർക്കുക. അല്പം ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ ചേർത്തിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ഈ ഒരു കുക്ക് ചെയ്തെടുത്ത നൂഡിൽസിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി കൊറിയൻ ടൈപ്പ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുറച്ച് സ്പൈസിയാണ് കേട്ടോ ഐറ്റം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഞാനിതിൽ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് ഏതായാലും നിങ്ങൾ നൂഡിൽസ് മിക്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലാസ്റ്റോ എപ്പോൾ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ മിസ് ചെയ്ത ആ ഒരു ഐറ്റം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.